അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ ദോഷങ്ങളെയും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പൂർണ്ണ ഈമാനോടെ തഖ്വയിലായി ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഈ ലോകത്തു നിന്ന് യാത്ര പോകുന്നവരിൽ നമ്മയൊക്കെ അള്ളാഹു പെടുത്തി തരട്ടെ. മാരകമായ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് പരിപൂർണമായ മുക്തി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കിതാബു തസവുഫിൻ്റെ 21-ാമത്തെ പേജ് അൽ വഹ്ദത്തു സാദിസ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുളി, വുളൂ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ബാബു ഫളി സ്വലാത്തിൽ മക്തൂബത്തി. 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങൾ, അവകൾക്കാണ് മക്തൂബത്ത് എന്ന് പറയാറുള്ളത്. അൽ മക്തൂബത്തുൽ ഹംസു, 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങൾ, അതിൻ്റെ ഫളില്, അവയുടെ മഹത്വം പറയുന്ന ബാബാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഇന്ന സ്വലാത്ത, നിശ്ചയം നിസ്കാരം, ഖാനത്ത് അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ മേലിൽ, കിതാബൻ മൗഖൂത, സമയം നിശ്ചയിക്കപ്പെട്ട, നിർബന്ധമായിരിക്കുന്നു. ഇന്ന സ്വലാത്ത ഖാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങൾ മുഅ്മിനീങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ടത്. മൗഖൂത്ത്, വഖ്ത്, മൗഖൂത്ത്, സമയം നിശ്ചയിക്കപ്പെട്ട ഫർളാകുന്നു, നിർബന്ധ ബാധ്യതയാകുന്നു 5 നേരത്തെ നിസ്കാരം. അപ്പോൾ സമയം നിശ്ചയിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ സമയത്ത് തന്നെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. സമയത്തിൽ നിന്ന് അതിനെ പിന്തിക്കാൻ പാടില്ല എന്നർത്ഥം. അൻ ഇബ്നി ഉമറ റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. ഖാല, അദ്ദേഹം പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലു മഫ്തറല്ലാഹു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയതിൽ ആദ്യത്തെ കാര്യം, അവ്വലു മഫ്തറല, അള്ളാഹു ഫർളാക്കിയതിൽ ആദ്യത്തെ കാര്യം, അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ ആദ്യത്തെ കാര്യം, അസ്സലവാത്തുൽ ഹംസു, 5 നേരത്തെ ഫർള് നിസ്കാരങ്ങളാണ്. എൻ്റെ ഉമ്മത്തിന് അള്ളാഹു തആല ആദ്യമായി ഇഫ്തറള, നിർബന്ധമാക്കിയത് 5 നേരത്തെ ഫർദ് നിസ്കാരമാണ്. വ അവ്വലുമാ യുർഫഉ മിൻ അഅ്മാലിഹിം, അവരെ അമലുകളിൽ നിന്ന് ആദ്യമായി യുർഫഉ, ഉയർത്തപ്പെടുന്നത്, അവർ ചെയ്യുന്ന അമലുകളിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുക അസ്സലവാത്തുൽ ഹംസു, 5 നേരത്തെ നിസ്കാരമാണ്. വ അവ്വലുമാ യസ്അലൂന മിൻ അഅ്മാലിഹിം, ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ പറയേണ്ടതുണ്ട്. അവരമലുകളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് 5 നേരത്തെ നിസ്കാരമാണ്. വ അവ്വലുമാ യസ്അലൂന മിൻ അഅ്മാലിഹിം, വ അവ്വലുമാ യസ്അലൂന മിൻ അഅ്മാലിഹിം, അവരെ അമലുകളിൽ നിന്ന് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. വ അവ്വലുമാ യുസ്അലൂന, കിതാബിൽ യസ്അലൂന എന്നാണുള്ളത്, യുസ്അലൂന എന്നായിരിക്കും. വ അവ്വലുമാ യുസ്അലൂന, ആദ്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടുക, മിൻ അഅ്മാലിഹിം അവരെ അമലുകളിൽ നിന്ന് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുക
അസ്സലവാത്തുൽ ഖംസു 5 നേരത്തെ ഫർദ് നിസ്കാരത്തെക്കുറിച്ചാണ്. ഫമൻ കാന ലയ്യ, ആരെങ്കിലും പാഴാക്കി കളഞ്ഞാൽ, ആരെങ്കിലും ഒഴിവാക്കി കളഞ്ഞാൽ, ആരെങ്കിലും പാഴാക്കി കളഞ്ഞാൽ, ഷൈഅൻ മിൻഹ, 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും പാഴാക്കിയാൽ, ഫമൻ കാന ലയ്യ ഷൈഅൻ മിൻഹ, ആ 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിനെ ആരെങ്കിലും പാഴാക്കിയാൽ, ലയ്യ പാഴാക്കുക. യഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. തബാറക പരിശുദ്ധനായി, തആല അത്യുന്നതനായി, മേലെയായി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ പരമോന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉൻദുറൂ, നിങ്ങൾ നോക്കണം. മലക്കുകളോടാണ് പറയുന്നത്. ഹൽ തജിദൂന ലി അബ്ദി നാഫില, ഹൽ തജിദൂന, നിങ്ങൾ എത്തിക്കുന്നുണ്ടോ, ലി അബ്ദി, എൻ്റെ അടിമക്ക്, നാഫിലത്തൻ, വല്ല സുന്നത്തായ അമലുകളെയും. ഹൽ തജിദൂന ലി അബ്ദി നാഫില, നാഫിലത്ത് സുന്നത്ത്, എൻ്റെ അടിമക്ക് ഏതെങ്കിലും സുന്നത്തായ നിസ്കാരങ്ങൾ നിങ്ങൾ എത്തിക്കുന്നുണ്ടോ എന്ന് നോക്കണം. മിൻ സ്വലാത്തിൻ, നിസ്കാരത്തിൽ നിന്ന് സുന്നത്ത്, തുതിമ്മൂന ബിഹ, അതുകൊണ്ട് അവർ പൂർത്തിയാക്കും, മാ നഖസ മിനൽ ഫരീളത്തി, ഫരീളത്തിൽ നിന്ന്, ഫർളുകളിൽ നിന്ന് അവർ വീഴ്ച വരുത്തിയതിനെ പരിപൂർണമാക്കാൻ പറ്റിയ സുന്നത്തായ വല്ല അമലുകളും അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ 5 നേരത്തെ ഫർള് നിസ്കാരമാണ് ആദ്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടുന്നത്. അങ്ങനെ 5 നേരത്തെ നിസ്കാരങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആരെങ്കിലും ഒരു വഖത്ത് നിസ്കാരം, അല്ലെ 2 വഖത്ത് നിസ്കാരം, അല്ലെ കുറേ നിസ്കാരം പാഴാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല തൻ്റെ വിശ്വസ്തരായ മലക്കുകളോട് പറയാണ്, ഈ അടിമ, എൻ്റെ ഈ അടിമ, ആ അടിമയുടെ ജീവിതത്തിൽ സുന്നത്തായ നിസ്കാരങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. ആ സുന്നത്തായ നിസ്കാരം ഈ നഷ്ടപ്പെട്ടു പോയ ഫർള് നിസ്കാരങ്ങളുടെ സ്ഥാനത്തേക്ക് ഇട്ട് തുലാസിൽ, മീസാനിലിട്ട് തൂക്കി ഖനം കൂട്ടാൻ സുന്നത്തായ നിസ്കാരമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഫർള് നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് അള്ളാഹു, റഹീമായ റഹ്മാനായ അള്ളാഹു നടത്തുന്നത്. ഈ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിന് പകരം നൽകാൻ, അതിനെ പൂർത്തീകരിക്കാൻ സുന്നത്തായ നിസ്കാരം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. വന്നുറു, നിങ്ങൾ നോക്കണം, ഫി സിയാമി അബ്ദി, എൻ്റെ അടിമയുടെ നോമ്പിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. വന്നുറു ഫി സിയാമി അബ്ദി ഷഹ്റ റമളാന, വിശുദ്ധമായ റമളാൻ മാസത്തിൽ എൻ്റെ അടിമ നോറ്റ നോമ്പിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഫഇൻ കാന ലയ്യ ഷൈഅൻ മിൻഹു, ആ റമളാൻ മാസത്തിലെ നോമ്പിൽ നിന്ന് വല്ലതിനെയും അടിമ പാഴാക്കിയിട്ടുണ്ടെങ്കിൽ, ഫൻദുറു, നിങ്ങൾ നോക്കണം, ഹൽ തജിദൂന ലി അബ്ദി നാഫിലത്തൻ, എൻ്റെ അടിമക്ക് മിൻ സിയാം, നോമ്പിൽ നിന്നുള്ള സുന്നത്തായ നോമ്പ് ഉണ്ടോ എന്ന് നോക്കണം. വിശുദ്ധമായ റമളാൻ മാസത്തിലെ നോമ്പ് എൻ്റെ അടിമ ഫുള്ള് നോറ്റിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു ഫർളായ നോമ്പ്, അല്ലെ 2 നോമ്പ് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ സുന്നത്തായ നോമ്പുകൾ വല്ലതും ഉണ്ടോ. ഫഇൻ കാന ലയ്യ ഷൈഅൻ മിൻഹു, റമളാൻ നോമ്പിൽ നിന്ന് വല്ലതിനെയും പാഴാക്കിയിട്ടുണ്ടെങ്കിൽ, ഫൻദുറു, നിങ്ങൾ നോക്കണം, അൽ തജിദൂന ലി അബ്ദി നാഫിലത്തൻ, സുന്നത്തായ മിൻ സിയാം, സുന്നത്തായ നോമ്പ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. തതിമ്മൂന ബിഹ, അതുകൊണ്ട് അവൻ പൂർത്തീകരിക്കും, മാ നഖസ മിന സിയാമി, ഫർള് നോമ്പിൽ നിന്ന് അവൻ നഷ്ടപ്പെടുത്തിയതിനെ, പാഴാക്കി കളഞ്ഞതിനെ പരിഹരിക്കാൻ സുന്നത്തായ നോമ്പ് ഉണ്ടോ എന്ന് നോക്കണം. വന്നുറു ഫി സകാത്തി അബ്ദി, എൻ്റെ അടിമ ചെയ്ത സകാത്ത്, നിർവഹിച്ച സകാത്ത്, ആ സകാത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണം. ഫഇൻ കാന ലയ്യ ഷൈഅൻ മിൻഹ, ആ സകാത്തിൽ നിന്ന് വല്ലതിനെയും, നിർബന്ധമായ സകാത്തിൽ നിന്ന് വല്ലതിനെയും എൻ്റെ അടിമ പാഴാക്കി കളഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഫൻദുറു, നിങ്ങൾ നോക്കണം, ഹൽ തജിദൂന ലി അബ്ദി നാഫിലത്തൻ മിൻ സ്വദഖ, എൻ്റെ അടിമ സുന്നത്തായ സ്വതക്കകൾ വല്ലതും ചെയ്തിട്ടുണ്ടോ.
ഹൽ തജിദൂന നിങ്ങൾ എത്തിക്കുന്നുണ്ടോ ലി അബ്ദി എൻ്റെ അടിമക്ക് നാഫിലത്തൻ മിൻ സ്വതക്ക സ്വതക്കയിൽ നിന്നുള്ള നാഫിലത്ത് സുന്നത്ത് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. തുതിമ്മൂന ബിഹ മാ നഖസ മിന സകാത്തി സകാത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ പൂർത്തീകരിക്കാൻ പാകത്തിൽ സുന്നത്തായ സ്വതക്ക അവനുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഫയുഖദു അങ്ങനെ എടുക്കപ്പെടും പിടിക്കപ്പെടും ദാലിക ആ സുന്നത്തായി ചെയ്ത അമലുകളെ അലാ ഫറഇലില്ലാഹി അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങളുടെ മേലിൽ ഈ സുന്നത്തായ അമലുകളെ എടുക്കപ്പെടും. വദാലികാത് ബിറഹ്മത്തില്ലാഹി അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ശരിക്കും അള്ളാഹ്ക്ക് അങ്ങനൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ട് അള്ളാഹ് അങ്ങനെ ചെയ്യുന്നു? അത് അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമാണ്. വ അദ്ലിഹി അത് അള്ളാഹുവിൻ്റെ നീതിയാണ്. അള്ളാഹുവിൻ്റെ നീതിയും അള്ളാഹിൻ്റെ കാരുണ്യമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആരും അള്ളാഹിനെ ചോദ്യം ചെയ്യൊന്നുമില്ല. ഫഇൻ വജദ അങ്ങനെ എത്തിച്ചാൽ ഫളിലൻ അധികമുള്ളതിനെ എത്തിച്ചാൽ ഫൈൻ വജദ എത്തിച്ചാൽ ഫളിലൻ അധികമുള്ളതിനെ വലഅ ഫി മീസാനിഹി അവൻ്റെ മീസാനിലേക്ക് അതിനെ ഇടും. അങ്ങനെ ഇവൻ്റെ നന്മ ഈ സുന്നത്തായ അമലുകൾ എടുത്തു കൊണ്ടുപോയി നോക്കുന്ന സമയത്ത് ഈ ഫർളായ അമലുകൾ ആ ഫർളായ അമലുകൾക്ക് തുല്യമായിട്ടുള്ളതിനെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഈ സുന്നത്തായ അമലും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഖനം തൂക്കമൊപ്പിക്കും. എന്നിട്ടും ബാക്കി വരുന്ന പക്ഷം അതിനെ മീസാനിലേക്കിടും. വലഅ അതിനെ വക്കും ഫി മീസാനിഹി അവൻ്റെ നന്മതിന്മ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിലേക്ക്. വഖീല ലഹു എന്നിട്ട് അവനോട് പറയപ്പെടും ഉദ്ഖുലിൽ ജന്നത നീ സ്വർഗത്തിലേക്ക് കയറ്. ഉദ്ഖുലിൽ ജന്നത നീ പ്രവേശിച്ചോ അൽ ജന്നത സ്വർഗത്തിലേക്ക് മസ്റൂറൻ സന്തോഷവാനായിട്ട് വലിയ സന്തോഷവാനായി നീ സ്വർഗത്തിലേക്ക് കയറിക്കോ. വ ഇല്ലം യൂജദ് ലഹു ശൈഉം മിൻ ദാലിക ഈ ഫർളായ അമലുകൾ നോമ്പ് നിസ്കാരം സക്കാത്തൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ സുന്നത്തായ അമലുകൾ ഒന്നും കാണാനില്ല. സുന്നത്തായ അമലുകൾ ഒന്നും എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വൈല്ലം യൂജദ് ലഹു ശൈഉം മിൻ ദാലിക ആ സുന്നത്തായ അമലുകളിൽ നിന്ന് ഒന്നും തന്നെ അവന് എത്തിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഉമിറത്ത് ബിഹി സബാനിയാക്കളായ മലക്കുകളെ അവനെ കൽപ്പിക്കപ്പെടും. സബാനിയാക്കളായ മലക്കുകൾ നരകത്തിലുള്ള മലക്കുകൾക്കുള്ള പേരാണ് സബാനിയാക്കൾ. ആ സബാനിയാക്കളായ മലക്കുകളെ ഒരു കാരുണ്യവും ആ മലക്കുകൾ നമ്മളോട് കാണിക്കില്ല. ആ മലക്കുകൾ സബാനിയാക്കളായ മലക്കുകളോട് കൽപ്പിക്കപ്പെടും. തൗഖുദുഹു ബിയദൈഹി വരിജിലൈഹി ആ സബാനിയാക്കളായ മലക്കുകൾ തൗഖുദുഹു ഇവനെ പിടികൂടും. ബിയദൈഹി അവൻ്റെ രണ്ട് കൈയും വരിജിലൈഹി അവൻ്റെ രണ്ട് കാലും കൂട്ടി അങ്ങ് പിടിക്കും. സുമ്മ യുഖ്ദഫു ഫിന്നാരി ഫയുഖ്ദഫു ബിഹി ഫിന്നാർ പിന്നെ അവൻ്റെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. സബാനിയാക്കളായ മലക്കുകളോട് പറയും അവൻ നോമ്പ് ഒഴിവാക്കി, അവൻ നിസ്കാരം ഒഴിവാക്കി, ആ ഒഴിവാക്കിയ നിസ്കാരത്തിന് പകരം കൊടുക്കാൻ സുന്നത്തുണ്ടോയെന്ന് നോക്കി. ആ സുന്നത്തായ അമലൊന്നുമില്ല. അവൻ കളിച്ചും ചിരിച്ചും ആനന്ദമായിട്ട് ഇങ്ങനെ നടന്നതാ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സുന്നത്തായ അമലുകൾ വെച്ച് ഈ നഷ്ടപ്പെടുത്തിയ ഫർളിനെ ഒന്ന് ജബർ ചെയ്യാൻ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ ഞാൻ മുന്നിൽ വെച്ചപ്പോൾ അതിനെ എടുക്കാൻ അവൻ്റെ കയ്യിൽ സുന്നത്തായ അമലുകൾ തീരെ ഇല്ല. സുന്നത്തായ അമലുകൾ ഇല്ല. അതുകൊണ്ട് സബാനിയാക്കളായ മലക്കുകളോട് പറയുന്നു അവനെ പിടിച്ചോളൂ. അവൻ്റെ രണ്ട് കൈയും അവൻ്റെ രണ്ടും കാലും കൂട്ടി നരകത്തിലേക്ക് യുഖ്ദഫു ബിഹി അവനെ വലിച്ചെറിയപ്പെടും. ഫിന്നാരി നരകത്തിലേക്ക്. അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് കാക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തു നിന്ന് ഒഴിവായി പോകുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. ഒന്ന്. രണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കാം. സുന്നത്തായ അമലുകൾ ജീവിതത്തിൽ പരമാവധി വർദ്ധിപ്പിക്കുക. ഒരു പക്ഷേ ആ ഫർളായ നിസ്കാരം ഒഴിവാക്കിയത് കൊണ്ട് നമ്മുടെ നന്മയുടെ വശം കനം കുറയുമ്പോൾ ഈ ചെയ്ത സുന്നത്തായ അമലുകൾ അധികമിട്ട് നമ്മുടെ കനം കൂട്ടാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോയേക്കാം. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് മസലു സ്വലവാത്തിൽ ഖംസി മസലു അസ്വലവാത്തിൽ ഖംസി 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഉദാഹരണം കമസലി നഹിരിൻ ഒരു നദി പോലെയാണ്. ജാരിൻ ഒഴുകുന്ന, അദുബിൻ നല്ല ശുദ്ധജലം ഒഴുകുന്ന ശുദ്ധജലം, അദുബ് മാഉൻ അദുബ് ശുദ്ധജലം.
അപ്പം മസലു സ്വലവാത്തിൽ ഹംസിക്ക മസലി നഹരിൻ ജാരിൻ അതുബ്, 5 നേരത്തെ നിസ്കാരത്തിൻ്റെ ഉദാഹരണം നല്ല ശുദ്ധജലം ഒഴുകുന്ന നദി പോലെയാണ്. നെഹ്ർ നദി പോലെയാണ്. അലാ ബാബി അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തരുടെയും വീടിൻ്റെ വാതിലിനരിയിലൂടെ ഒഴുകുന്ന നദി പോലെയാണ് 5 നേരത്തെ ഫർള് നിസ്കാരം. യഗ്തസിലു ഫീഹി, ആ പുഴയിൽ ഇറങ്ങി കുളിക്കും. കുല്ല യോമിൻ, എല്ലാ ദിവസവും 5 മറാത്ത്, 5 പ്രാവശ്യം ആ പുഴയിൽ ഇറങ്ങി കുളിക്കും, ആ നദിയിൽ ഇറങ്ങി കുളിക്കും. ഫമാ യുബ്ഖ, അവശേഷിക്കുകയില്ല. ദാലിക മിന ദനസ്, ആ മനുഷ്യൻ്റെ ശരീരത്തിൽ, ആ മനുഷ്യനിൽ ദനസ്, അഴുക്ക് ഒന്നും അവശേഷിക്കൂല. അതേ രീതിയിൽ ഒരു മനുഷ്യൻ 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ തൻ്റെ വീടിൻ്റെ അരികിലൂടെ ഒഴുകുന്നൊരു പുഴ, ആ പുഴയിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പം തന്നെ എഴുന്നേറ്റ് സോപ്പ് തേച്ച് കുളിക്കുന്നു. എന്നാൽ രാത്രിയിൽ അവൻ്റെ ശരീരത്തിലേക്ക് പാറിയ മുഴുവൻ പൊടികളും വിയർപ്പും അഴുക്കും അവൻ്റെ ശരീരത്തിൽ ഉറങ്ങുമ്പോൾ ഏതെങ്കിലും ജീവികളൊക്കെ കയറി എഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം രാവിലെ 5:30, 6, 5:45 ആ കുളിയോടുകൂടി ശുദ്ധിയാകും. പിന്നെ ഒരു 12, 12:30 മണിയാകുമ്പോൾ വീണ്ടും ഇതേ പുഴയിൽ ഇറങ്ങി കുളിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ശരീരത്തിലേക്ക് പാറിയ മുഴുവൻ അഴുക്കും ഈ കുളിയോടുകൂടി ശരീരത്തിൽ നിന്ന് പോവാൻ കഴിഞ്ഞില്ല. ഈ 12:30 1 മണിയാകുമ്പോഴത്തേന് ഈ കുളി കഴിഞ്ഞ് പിന്നെ 3 മണിക്ക് വീണ്ടും കുളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6, 6:30 ആകുമ്പോൾ വീണ്ടും കുളിക്കുകയാണ്. രാത്രി ഉറങ്ങാൻ നേരത്തെ ഒരു 7:30, 8 മണിയാകുമ്പോൾ വീണ്ടും കുളിക്കുകയാണ്. ഇവൻ്റെ ശരീരത്തിൽ എവിടെങ്കിലും വല്ല അഴുക്കും ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇതേ രൂപത്തിലാണ് 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ, അവൻ്റെ ജീവിതത്തിൽ ദോഷങ്ങൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല കഴുകി വൃത്തിയാക്കും. നിസ്കാരമാകുകയാണെങ്കിൽ വെള്ളത്തിൽ വെറുതെ മുങ്ങിക്കയറിയാൽ വെള്ളമാകുമെന്നല്ലാതെ അഴുക്ക് പോയിക്കൊള്ളണമെന്നില്ല. നന്നായി സോപ്പിട്ട് ചേരിയെല്ലാം ഉപയോഗിച്ച് ശരിക്കും ശ്രദ്ധിച്ച് കഴുകേണ്ട ഭാഗം ശ്രദ്ധിച്ച് അങ്ങനെ കഴുകിയാലാണ് അഴുക്ക് പോവുക. അത് മറ്റൊരു വിഷയം വിശദീകരിക്കുന്നില്ല. അൻ അബീദദ്ദീൻ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖറജ, പുറപ്പെട്ടു. എപ്പോഴാണ് പുറപ്പെട്ടത്? സമന ശിതാ, നല്ല തണുപ്പുള്ള ശൈത്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങോട്ടോ ഒന്ന് പുറപ്പെട്ടു. വൽ വറഖു യതഹാഫത്തു, വൽ വറഖു, വൃക്ഷത്തിലെ ഇലകൾ, യതഹാഫത്തു, അതിങ്ങനെ കൊഴിഞ്ഞു വീകുന്നുണ്ട്. തണുപ്പ് കാലാവുമ്പോഴത്തേക്കും ഇങ്ങനെ വൃക്ഷത്തിലെ ഇലകളൊക്കെ കൊഴിഞ്ഞു, മഴക്കാലത്ത് നല്ല ഇലകളൊക്കെ കൂമ്പെടുത്ത് ഇങ്ങനെ വന്നാൽ നല്ല തണുപ്പ് കാലാവുമ്പോഴത്തേക്ക് അതിങ്ങനെ കൊഴിയാൻ തുടങ്ങല്ലോ. വൽ വറഖു യതഹാഫത്തു, ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഫഅഖദ ബിഗുസ്നൈനി മിൻ ഷജറത്തിൻ, ഒരു ഷജറത്ത്, ഒരു മരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കമ്പുകൾ ഇങ്ങോട്ട് എടുത്തു. ഒരു മരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കമ്പുകൾ തൻ്റെ കയ്യിലേക്ക് എടുത്തു. ഖാല, അദ്ദേഹം പറയാണ്, ഫജഅല ദാലിക യതഹാഫത്തു, ആ 2 കൊമ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചും കൊണ്ടെടുത്തപ്പോൾ അതിലുള്ള ഇലകൾ ഇങ്ങനെ താഴോട്ട് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. ഖാല, അദ്ദേഹം പറയാണ്, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അബൂദർ, ഓ അബൂദറേ. ഫഖുൽതു, ഞാൻ പറഞ്ഞു. അബൂദർ തങ്ങൾ പറയുന്നു, ലബ്ബൈക്, ഓ നബിയെ, എന്തേ? ഞാൻ എന്തിനും റെഡി, പറഞ്ഞോളൂ. ലബ്ബൈക് യാ റസൂലല്ലാഹ്. ഫഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുസ്ലിമ, ഒരു മുസ്ലിമായ ഒരു അടിമ, ലയുസല്ലി, അവൻ നിസ്കരിക്കും, അസ്വലാത്ത, ഒരു നിസ്കാരത്തെ നിസ്കരിക്കും, യുരീദു ബിഹ വജ്ഹല്ലാഹി, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹാണ്. അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ച്, അള്ളാഹിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ച് ഒരു മനുഷ്യൻ നിസ്കരിക്കും. യുരീദു ബിഹ, അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കും വജ്ഹല്ലാഹി, അള്ളാഹുവിൻ്റെ വജ്ഹിനെ. ഫതഹാഫത്തു അൻഹു, അവനെ തൊട്ട് കൊഴിഞ്ഞു പോകും. ദുനൂബുഹു, അവൻ്റെ ദോഷങ്ങൾ മുഴുവനും തൻ്റെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകും. കമ തഹാഫത്തു ഹാദൽ വറഖു, ഈ ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ, അൻ ഹാദിഹി ഷജറത്തി,
ഈ മരത്തിൽ നിന്ന് ഈ ഇല കൊഴിഞ്ഞു പോകുന്നത് പോലെ 5 നേരത്തെ നിസ്കാരം അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് നിർവഹിക്കുന്ന ആളെ ശരീരത്തിൽ നിന്നും ഈ ഇല കൊഴിയുന്നത് പോലെ ദോഷം കൊഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ 5 നേരത്തെ ഫർദ് നിസ്കാരങ്ങളെ കൃത്യമായി ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന പക്ഷം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങൾ നല്ല വേനൽക്കാലത്ത് ഇലകൾ പഴുത്ത് ഇലകൾ ഉണങ്ങി കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഓരോ നിസ്കാരം കഴിയുമ്പോഴും അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ ദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി പുറത്തു കൊടുക്കും. ഇവിടെ ദോഷം പൊറുക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് മുക്കഫിറാത്ത് നമ്മൾക്കറിയാം, മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ദോഷങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞത് വൻദോഷങ്ങളല്ല, ചെറുദോഷങ്ങളാണ്. 7 വൻദോഷങ്ങളെ ഇതുകൊണ്ട് പൊറുക്കൂല, അതിൻ്റെ തൗബയും അതിൻ്റെ ബാക്കി നിബന്ധനകളും പാലിച്ചെങ്കിൽ മാത്രമേ. അല്ലാത്ത ചെറുദോഷങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുദോഷങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. വറദ ഫി ഹദീസിൻ, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. വറദ വന്നിട്ടുണ്ട് ഫി ഹദീസിൻ, ഒരു ഹദീസിൽ. മൻ ഹാഫള അലസ്വലാത്തി, നിസ്കാരത്തെ ഒരാൾ സൂക്ഷ്മതയോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു വക്ത് മുടങ്ങിപ്പോവാതെ നിസ്കാരത്തെ ഹിഫ്ള് ചെയ്ത് നല്ല സൂക്ഷ്മതയോടുകൂടി 5 നേരത്തെ നിസ്കാരത്തെ ഒരാൾ നിർവഹിച്ചാൽ അക്രമഹുല്ലാഹു ബിഹംസി ഹിസാലിൻ, അള്ളാഹു തആല അവനെ ഇക്റാം ചെയ്യും. അക്രമഹു, അള്ളാഹു അവനെ ബഹുമാനിക്കും. ബിഹംസി ഹിസാലിൻ, 5 കാര്യങ്ങൾ നൽകിയിട്ട് അള്ളാഹു അവനെ ബഹുമാനിക്കും. 5 നേരത്തെ നിസ്കാരം തീരെ മുടങ്ങാതെ ഭംഗിയായി നിർവഹിച്ചാൽ 5 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവനെ ബഹുമാനിക്കും. 1, യർഫഉ അൻഹു ലീഖൽ ഐശി, ജീവിതത്തിൻ്റെ ഞെരുക്കം അള്ളാഹു അവനെ തൊട്ട് ഉയർത്തിക്കളയും. ജീവിതത്തിൻ്റെ ഞെരുക്കത്തെ, ജീവിതത്തിൻ്റെ പ്രയാസത്തെ അള്ളാഹു അവനെ തൊട്ട് ഉയർത്തിക്കളയും. 2, വ അദാബൽ ഖബരി, ഖബറിൻ്റെ ശിക്ഷയെ അള്ളാഹു തആല അവനെ തൊട്ട് ഉയർത്തിക്കളയും. അത് അള്ളാഹു തആല നൽകുന്ന വലിയൊരു ബഹുമാനാണ്. ഒന്ന്, ജീവിതത്തിൽ ലീഖ്, ഭയങ്കര ഞെരുക്കം അതുണ്ടാവില്ല. 2, അള്ളാഹു തആല അവൻ്റെ ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാക്കും. വയുഅ്തീഹില്ലാഹു കിതാബഹു ബിയമീനിഹി, അവൻ്റെ കിതാബ് നാളെ മഹ്ശറയിൽ അള്ളാഹു വലത്തെ കയ്യിൽ നൽകും. അള്ളാഹു തആല അവൻ്റെ കിതാബ് വലത് കയ്യിൽ നൽകും. വയമുറു അല സിറാത്തി, അവൻ സിറാത്തു പാലത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കും, നടക്കും. കൽ ബറക്കി, മിന്നെറിയുന്നത് പോലെ അതിശീഘ്രം. ചിലർ മുട്ടുത്തി എഴയുന്ന ആളുകളുണ്ട്, ചില ആളുകൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ഇങ്ങനെ 5 നേരത്തെ നിസ്കാരത്തെ മുടങ്ങാതെ ഹിഫ്ള് ചെയ്ത് പരിപൂർണമായി നിർവഹിച്ചവൻ മിന്നെറിയുന്നത് പോലെ സിറാത്ത് പാലം വിട്ടുകടക്കും. വയദുഖുലുൽ ജന്നത്ത, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ. 1, ജീവിതത്തിൽ ലീഖ്, ഞെരുക്കുണ്ടാകൂല. 2, അദാബുൽ ഖബറിനെ തൊട്ട് അവന് രക്ഷയുണ്ട്. 3, കിതാബ് വലത്തെ കയ്യിൽ കിട്ടും. 4, സിറാത്തു പാലത്തിൽ മിന്നൽ വേഗതയിൽ കടക്കാൻ പറ്റും. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കയറാൻ പറ്റും. വമൻ തഹാവന അനി സ്വലാത്തി, ആരെങ്കിലും നിസ്കാരത്തെ നിസ്സാരപ്പെടുത്തുകയാണെങ്കിൽ അല്ലാഹു തആല അവനെ 15 അദാബുകൾ നൽകിയിട്ട്, വലിയ പരീക്ഷണങ്ങൾ, 15 അദാബുകൾ അല്ലാഹു തആല അവന് നൽകുമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നിസ്കാരത്തെ പതിവാക്കുന്ന ആളുകൾക്ക് വലിയ ബഹുമാനങ്ങളാണ്, വലിയ ആദരവാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 5 നേരത്തെ നിസ്കാരങ്ങളെ തീരെ മുടങ്ങാതെ പതിവായി കൃത്യമായി അവ്വൽ വക്തിന് തന്നെ പരമാവധി നിർവഹിക്കുന്ന ഒരു ശിഷ്ടത്തിലേക്ക്, ഒരു ശീലത്തിലേക്ക്, ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ആക്കി തരട്ടെ. 2 ലോകത്തും വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.